ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഒരു സാധനം ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനം ഒരു പേപ്പർ സ്റ്റിക്കാണ്. പേപ്പർ സ്റ്റിക്കിന് വേണമെന്നില്ല, അത് ഒത്തിരി വളയുന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വില സ്റ്റിക്ക് നിങ്ങളായിട്ട് നല്ല രീതിയിലുള്ള സ്റ്റിക്കൊക്കെ ഉണ്ടാക്കാം. എനിക്ക് പറ്റുന്ന പോലെ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് ഡെക്കറേഷൻ തൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വേണം. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു വട്ടത്തിലൊരു സർക്കിൾ വരയ്ക്കുക. നമുക്കത് കട്ട് ചെയ്തെടുക്കണം. വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫോൾഡ് ചെയ്യാം. ആദ്യം ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഇനി ഒരു വട്ടം കൂടി ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു ചിത്രം ഇതിന് മുകളിൽ കൂടി ചിത്രം വരയ്ക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ചിത്രം വരയ്ക്കൊരു പെണ്ണ് എടുത്തിട്ടുണ്ട്. നമുക്ക് പെന്നോ പെൻസിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ കാണിക്കേ. അപ്പോൾ മഷി വരുന്നില്ല. അപ്പോൾ ആദ്യം ഒരു വട്ടം വരയ്ക്കുക. പിന്നെ വീണ്ടും ഒരു വട്ടം കൂടി വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ കേട്ടോ വരയ്ക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ ഓക്കെ, കാണുന്നില്ലേ? ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വെട്ടേണ്ടത്. നമുക്ക് ഇവിടെയും കൂടി ഒരു വട്ടം അങ്ങനെ കാണുന്നുണ്ടാവുമല്ലോ, ഇങ്ങനെ അതും കൂടി വെട്ടിയിടുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വെട്ടേണ്ടത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇത് കീറിപ്പോകും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവസാനം വരെ നമ്മൾ വെട്ടി കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ. അങ്ങനെ ഞാൻ ഒരു 11, 10 കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്കിത് ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലായിരുന്നു, ഒരു വടി പോലെ അതിലേക്ക് തൂക്കാണ് വേണ്ടത്. അപ്പം ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ നമ്മൾ തൂക്കണം. ഇത് അവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ഇങ്ങനെ തൂക്കണം. കോണി കയറി വരുന്ന സ്ഥലത്താണ് തൂക്കിയത്. എനിക്ക്
ഇഷ്ടമുള്ള സ്ഥലത്ത് തൂക്കുക. നല്ല രസമാകും. പിന്നെ അവിടെ ലൈറ്റും കൂടി ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാം. ബൈ.